എല്ലാ ഡെഡ് ലിഫ്റ്റും ഒരേ ഡെഡ് ലിഫ്റ്റ് ആണെന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിലുള്ള വീഡിയോ ആണ് കേട്ടോ. അത് ഷെയർ ചെയ്യാൻ മറക്കണ്ട. മെയിനായിട്ട് 3 വേരിയേഷൻ ആണ് കേട്ടോ ഡെഡ് ലിഫ്റ്റിലുള്ളത്. അത് 3 എഫക്റ്റ് ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് കൺവെൻഷണൽ ഡെഡ് ലിഫ്റ്റ്. അതായത് ഇത് നമ്മൾ താഴെ നിന്ന് വെയിറ്റ് എടുക്കുന്ന കാരണം തന്നെ നമ്മുടെ ബോഡി ഫുള്ളായിട്ട് ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇത് നമ്മുടെ ഗ്രിപ്പ്, സ്ട്രെങ്ത്, ബാക്ക്, പോസ്റ്റീരിയർ ചെയിൻ മസിൽസ് എല്ലാം ഒരുമിച്ച് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നത്. ഇതൊരു ലെഗ് വർക്കൗട്ട് മാത്രമല്ല, ഇത് ഓൾ ബോഡി സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ ഇത് സഹായിക്കും. ഇതാണ് റൊമേനിയൻ ഡെഡ് ലിഫ്റ്റ്. ഇത് വെയിറ്റ് താഴെ ടച്ച് ചെയ്യില്ല. ഇത് ഫോക്കസ് വെയിറ്റ് താഴെ ടച്ച് ചെയ്യുമ്പോൾ അല്ല, നിങ്ങളുടെ ഹിപ്പിനെ മാക്സിമം പുറകിലോട്ട് പുഷ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ഹാംസ്ട്രിങ്സിനും ഗ്ലൂട്ട്സിനും ഡീപ് സ്ട്രെച്ച് കിട്ടും. ആ ഡീപ് സ്ട്രെച്ച് ആണ് നിങ്ങളുടെ ഗ്രോത്തിന്റെ മെയിൻ ഡ്രൈവ്. നിങ്ങളുടെ ഗോള് ഹാംസ്ട്രിങ്സും ഗ്ലൂട്ട്സും ആണെങ്കിൽ വർക്കൗട്ടിന്റെ കൂടെ ഈ റൊമാനിയൻ ഡെഡ് ലിഫ്റ്റ് ആഡ് ചെയ്യാൻ മറക്കണ്ട. മൂന്നാമത്തെ പറയുന്നത് സുമോ ഡെഡ് ലിഫ്റ്റ് ആണ്. നിങ്ങൾ സുമോ കുസ്തിക്കാരെ കണ്ടില്ല, ഇങ്ങനെ വൈഡ് ആയിട്ട് ലെഗ് വെച്ചിട്ട് ആ സ്റ്റാൻഡിംഗ് ആണ് ഇതിന്റെ മെയിൻ പോസ്റ്റർ എന്ന് പറയുന്നത്. സ്റ്റാൻഡിൽ തന്നെ നിങ്ങളുടെ എല്ലാം ചേഞ്ച് ആവും. കാരണം ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ബാക്ക് അപ്രൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാക്കിൽ വരുന്ന സ്ട്രെസ് കുറക്കാൻ പറ്റും. ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങളുടെ അഡക്റ്റേഴ്സിനും കോഡ്സിനുമാണ് ഡിമാൻഡ് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്കിന് സ്ട്രെസ് കുറക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ബാക്കിന് സ്ട്രെസ് കുറച്ചിട്ട് ലെഗിന് സ്ട്രെങ്ത് കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി ഡെഡ് ലിഫ്റ്റ് വേർഷൻ ആണിത്. അപ്പോൾ ഡെഡ് ലിഫ്റ്റ് കൺഫ്യൂഷൻ ഉള്ള കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇതുപോലുള്ള വർക്കൗട്ട് ടിപ്സിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ദിസ് ഈസ് താങ്ക് യു ചകാസ്.